നമസ്കാരം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനാണെങ്കിലും വൈകുന്നേരം ചായക്കടിയായിട്ട് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ എളുപ്പത്തിലുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രത്തിലോട്ട് നമുക്ക് ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലോട്ടേക്ക് പച്ചമുളക് നല്ല പൊടിയായി അരിഞ്ഞിട്ടുള്ളത് ചേർക്കണം. കുരുമുളക് പൊടി നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. പച്ചമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അടുത്തതായി ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലോട്ടേക്ക് പിസ്സയിലൊക്കെ ഉപയോഗിക്കുന്ന ഒറിഗാനോ ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് അതുകൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ തന്നെ വേറൊരു രീതിയിലുള്ള ചീസൊക്കെ ചേർത്തുള്ള ഒരു റെസിപ്പി നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ 2 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസായിട്ട് കണ്ടോ നീളത്തിലിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ മിൽക്ക് ബ്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മിൽക്ക് ബ്രെഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി അത് കയ്യിലില്ലെങ്കിൽ നമ്മുടെ നോർമൽ റെഗുലർ ബ്രെഡ് ഉപയോഗിച്ചാലും മതി കേട്ടോ. വൈറ്റ് ബ്രെഡ് ഉപയോഗിച്ചാലും മതി. ഇനി ഇത് ജസ്റ്റ് നമ്മുടെ ഈ മുട്ടയുടെ മിക്സിനകത്ത് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് പൊടിച്ചതിനകത്തോട്ടേക്ക് വെച്ച് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് ഇത് നമ്മൾ പാക്കറ്റായിട്ട് വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസ് ആണ്. ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഇങ്ങനെ വാങ്ങിച്ചത് യൂസ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. കാരണം ഇത് കുറച്ചുകൂടി ഫൈൻ പൗഡറാണ്. ഇതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് സാധാരണ നമ്മൾ പൊടിച്ചെടുത്തത് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഞാനൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എണ്ണ നല്ലതുപോലെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒത്തിരി ചൂടുള്ള എണ്ണയിലോട്ടേക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഇത് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ചെറിയ ചൂടിൽ തന്നെ ബ്രെഡ് നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ എണ്ണ ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്ക് ബ്രെഡ് ചേർക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് ഏകദേശം ഈ ഒരു കളറായി നല്ല ക്രിസ്പി ആയെന്ന് തോന്നുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നല്ല ക്രിസ്പിയാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. ഇനി കുട്ടികൾക്കൊക്കെ ചീസോ അതല്ലെങ്കിൽ മയോണൈസോ സോസൊക്കെ ഇതിൻ്റെ കൂടെ ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ലൊരു ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ തീർച്ചയായും ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു ഡിഷ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.